വി.എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്നതിന്റെ വേദിയുടെ തൊട്ടു താഴെ മുദ്രാവാക്യം വിളികളും ബഹളവും വെച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവര് വി.എസ്. പ്രസംഗിച്ച് വി.എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്ന ഒരു പൂർണ്ണ സമയവും അതിന് താഴെ തന്നെ ഉണ്ടായിരുന്നു. അത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. ഇതിൽ ചിലർ കുഴപ്പം കാണിച്ചു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അതിനുശേഷം പറഞ്ഞത്. ഈ വേദിയിലേക്ക് ആരോ ഒരാൾ കുപ്പി വലിച്ചെറിഞ്ഞതായി സെക്രട്ടറി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും വി.എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്ന മുഴുവൻ സമയവും ആ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അവിടെ മുദ്രാവാക്യം വിളികളുമായി തൊട്ടു താഴെ, അതായത് വേദിക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഈ വേദിയിലുണ്ടായിരുന്ന, അതായത് സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്ന കുറേയധികം ആൾക്കാർ പുറത്തേക്ക് പോയി. പക്ഷേ ഈ വി.എസ്. അച്യുതാനന്ദൻ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രസംഗം തുടർന്നു. ബഹളം വർദ്ധിച്ചപ്പോൾ വേദിയിലേക്ക് കൂടുതൽ റെഡ് വോളണ്ടിയർമാർ വന്നു. വേദിക്കൊരു സംരക്ഷണം എന്ന നിലയിൽ. ഇതിനു ശേഷമാണ് സെക്രട്ടറി പിണറായി വിജയൻ വളരെ നാടകീയമായി എല്ലാം മുഴുവൻ ഈ കുഴപ്പക്കാരെ മുഴുവൻ നേരിട്ടുകൊണ്ട് ഇത്തരത്തിൽ അച്ചടക്കമില്ലായ്മ കാണിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വന്നത്. ഈ റെഡ് വോളണ്ടിയർമാർ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിന്നതിനെ അദ്ദേഹം വിമർശിച്ചു. അതിനുശേഷമാണ് റെഡ് വോളണ്ടിയർമാർ കുഴപ്പക്കാരെ നേരിട്ട് തുടങ്ങിയത്. ഇതിൽ തിരഞ്ഞുപിടിച്ച് കുഴപ്പം കാണിച്ചവരെ തിരഞ്ഞുപിടിച്ച് വേദിക്ക് മുന്നിൽ വെച്ച് തന്നെ റെഡ് വോളണ്ടിയർമാർ അവരെ കുഴപ്പക്കാരെ നേരിട്ടു. പ്രതികൂല കാലാവസ്ഥയും ഈ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് സമ്മേളനം അതിന്റെ പൂർണ്ണമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പിരിയുകയാണ് ചെയ്തത്. നന്ദി ശിവകുമാർ. കള്ളുകുടിയന്റെ ആവേശമല്ല കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കേണ്ടതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥ കൂടി കണക്കിലെടുത്ത് പൊതുസമ്മേളനം അവസാനിപ്പിക്കുകയാണെന്ന് പിണറായി പറഞ്ഞു. പിണറായിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഇവിടെ ഉതുപ്പിന്റെ പരിപാടിയൊന്നല്ല നടക്കുന്നത്. ഇത് CPIM-ന്റെ സമ്മേളനമാണ്. CPIM-ന്റെ സമ്മേളനത്തിൽ സാധാരണഗതിയിൽ പാലിക്കേണ്ട അച്ചടക്കമുണ്ട്. ഇവിടെ ഏതാനും വഷളന്മാർ വന്ന് ആ വഷളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലക്ക് സമ്മേളനത്തിൽ പാലിക്കേണ്ട അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൻ്റെതായ ലംഘനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയാസവും നടത്തേണ്ട ഒന്നല്ല സമ്മേളനം. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ സമ്മേളനത്തെ അലങ്കോലപ്പെടുത്തില്ലേ നിങ്ങൾ ചെയ്ത്? ആദരണീയനായ വി.എസ്. ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ബഹളം വെച്ചത് അത് സംസാരിക്കാൻ ഒരു തടസ്സം ഉണ്ടാക്കിയല്ലേ ചെയ്ത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആവേശം നല്ലതാണ്. ആ ആവേശം കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമായിരിക്കണം. കള്ളുകുടിയന്റെ ആവേശമായിട്ട് മാറരുത്. അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമാണ് വേണ്ടത്. അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം. എന്താ നിങ്ങൾ ഇവിടെ കാണിച്ചത്? ഇങ്ങനെയാണോ നമ്മുടെ ഒരു സമ്മേളനം നടത്തൽ സാധാരണ? ഇങ്ങനെ ബഹളം വെക്കലാണോ സാധാരണ? ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് ഇങ്ങനെ ബഹളം ഉണ്ടാകാറുണ്ടോ? ഒരു 19 ആളുകൾ വന്ന് എന്ത് തോന്നിയാസവും കാണിക്കാന്നാണോ? എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടേതായ ആവേശം ഉണ്ടാവണം. ആ ആവേശത്തിന് നിയന്ത്രണം വേണം. നിങ്ങൾ എന്താണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കലാണോ ഇവിടെ? എന്ത് അസംബന്ധവും കാണിക്കാന്നാണോ? എന്ത് അസംബന്ധവും കാണിക്കാനുള്ള വേദിയാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ പൊതുയോഗ സ്ഥലം? സാധാരണഗതിയിൽ അച്ചടക്കം പാലിച്ചു പോകണ്ടേ? ആ അച്ചടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്? എന്ത് കാണിക്കാന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇവിടെ സഖാവ് വി.എസ്. സംസാരിക്കുമ്പോൾ ഒരാളൊരു കുപ്പിയടക്കം ഇങ്ങോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതാണോ നടക്കേണ്ടത്? ആവേശം നല്ലതാണ്, അതിനതിര് വേണം. അച്ചടക്കത്തോടെ ഇരിക്കാൻ കഴിയണം. ഏത് സമ്മേളനത്തിലും കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ചടക്കം പാലിക്കാൻ ആരും തയ്യാറാകും. കമ്മ്യൂണിസ്റ്റുകാരനായാൽ പ്രാഥമികമായ അച്ചടക്ക ബോധം കാണിക്കണം. അകത്തുള്ള കള്ളിന്റെ വീര്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാക്കി മാറ്റരുത്. ആദ്യം ആ ധാരണ വേണം. ഒരു സമ്മേളനമാകുമ്പോൾ പല തരക്കാരും കടന്നു വരും. പക്ഷേ പൊതുവെയുള്ള നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കണം. ഇവിടെ പാർട്ടി സഖാക്കൾക്കും ഒരു ബാധ്യതയുണ്ട്. ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ തയ്യാറാക്കണം.
എന്ത് കൂത്താട്ടവും നടത്താൻ അനുവദിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കണം. വെറുതെ ചുവപ്പ് ഡ്രസ് ഇട്ട് നിൽക്കാനുള്ളവരല്ല വളണ്ടിയർമാർ എന്നവർ ധരിക്കണം. നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റാൻ തയ്യാറാകണം. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഇനി മറ്റ് സഖാക്കളെ സംസാരിക്കണം ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ യോഗം ഇതോടെ പിരിയുകയാണ്. CPM പൊതുസമ്മേളനത്തിനിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. VS അച്യുതാനന്ദൻ സംസാരിക്കുന്നതിനിടെ അമിതമായ ആവേശം പ്രകടിപ്പിച്ചവർക്ക് പിണറായി വിജയന്റെ ശകാരം. കള്ളുകുടിയന്റെ വീര്യമല്ല, കള്ളുകുടിയന്റെ ആവേശമല്ല കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കേണ്ടതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇവരെ നിയന്ത്രിക്കാത്തതിന് വോളണ്ടിയർമാരെയും പിണറായി വിമർശിച്ചു. പ്രതികൂലമായ കാലാവസ്ഥ മൂലം പൊതുസമ്മേളനം അവസാനിപ്പിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു.